ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അന്ന് ഞങ്ങളുടെ ഫ്രണ്ട്സ് വന്നപ്പം കുറച്ച് ചെടികളൊക്കെ കൊണ്ടു തന്നെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ അകത്ത് കുറച്ച് പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടേ. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഈ പൂക്കളൊക്കെ കാണാനായിട്ട്. അപ്പം ഈ ഒരു ചെടിയുടെ പേര് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ. ഇത് ഞാനിപ്പം ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ പൂക്കളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട്. ഇന്ന് വൈകുന്നേരം നോമ്പ് തുറക്കാനായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് കുഴിമന്തിയാണേ. കുഴിമന്തി ഉണ്ടാക്കാനായിട്ട് ചിക്കൻ ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെതായ രീതിയിലാണ് കേട്ടോ കുഴിമന്തി ഉണ്ടാക്കുന്നത്. അതിലേക്ക് പകുതി ക്യാപ്സിക്കം ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കണേ. കുറച്ച് പുതിനയില ആഡ് ചെയ്ത് കൊടുത്തേ. ഞാൻ ഈ ഒരു മല്ലിയിലയും പുതിനയിലയൊക്കെ ഫ്രീസറിലാണ് സൂക്ഷിക്കുന്നത്. അതാവുമ്പം കുറേ ദിവസം വരെയും കേടാകാതിരുന്നോളുവേ. ചിക്കൻ ക്യൂബും കൂടി ആഡ് ചെയ്ത് കൊടുക്കണേ. ഇത് ഞാൻ ഇവിടുത്തെ തുർക്കി സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ ഒരു ചിക്കൻ ക്യൂബ്. അത്യാവശ്യം ഉപ്പ് കാണും, അപ്പൊ അതിനനുസരിച്ച് ബാക്കി ഉപ്പും കൂടി നിങ്ങൾ ആഡ് ചെയ്ത് കൊടുത്താൽ മതിയേ. ഞാനൊരു തുള്ളി ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ഞാനിവിടെ മന്തി മസാല ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാണേ. മന്തി മസാലയുടെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവേ. അല്പം ഓയിലും കൂടി ആഡ് ചെയ്ത് കൊടുക്കുവാണേ. ഒരു തുള്ളി ഓയില് മതി കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടേ. ഇതിനി ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അത് കഴിഞ്ഞിട്ട് ബാക്കി ചെയ്യും. ഇപ്പൊ നമുക്ക് റൈസ് ഉണ്ടാക്കാവേ. റൈസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഫസ്റ്റിലെ കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പൊ ഞാനിത് എൻ്റെതായ രീതിയിലാണ് ഞാൻ ഈ ഒരു കുഴിമന്തി ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് സ്പൈസസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാവേ. ഞാൻ ഇതിലേക്ക് ചെറിയ ജീരകം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഏലക്ക, 2 ഗ്രാമ്പു, ഇത്രയാണ് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഉണക്കനാരങ്ങയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാവേ. ഞാൻ അതിലേക്ക് ഈ ഒരു ഉണക്കനാരങ്ങയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ചിട്ടാണ് കേട്ടോ, ഇങ്ങനെ ഒന്ന് നെക്കി പൊട്ടിച്ചിട്ടാണ് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാവേ. എല്ലാ ബസ്മതി റൈസ് ആണ് ഈ ഒരു ചോറ് വെക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. ഞാൻ 2 കപ്പ് ചോറാണ് ഉണ്ടാക്കുന്നത്. അതിനൊപ്പം 4 കപ്പ് വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. സ്വല്പം സോൾട്ടും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഒരു വെള്ളം നന്നായിട്ട് ബോയിൽ ചെയ്ത് കഴിയുമ്പോൾ റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഏകദേശം ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു ചിക്കൻ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുവാണേ. സെല്ലാ ബസ്മതി റൈസ് 1 മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചായിരുന്നേ. റൈസ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിന് നന്നായിട്ട് ബബിള് വരുന്ന ടൈമിൽ നമുക്കിത് മൂടി വെക്കാവേ. മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെക്കണേ. കുറെ വീഡിയോ നോക്കിയപ്പോ അതിൻ്റെ അകത്ത് അവരുണ്ടാക്കിയിട്ട് ഊറ്റി എടുക്കുന്നതാണ് കേട്ടോ കണ്ടേക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ഊറ്റി എടുക്കാതെ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കാം. അപ്പൊ സൈറുക്കുട്ടനും അജാവാപ്പിയും വന്നിട്ടുണ്ടേ. ഒരു കിൻഡർ ഗാർഡനിൽ നിന്ന് വന്നതാണ്. ഇന്ന് നല്ല വെയിലുണ്ടേ, ചെറുതായിട്ട് തണുപ്പുണ്ടേ പുറത്ത്. അപ്പം അജായിക്ക് ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോ വാങ്ങിച്ചോണ്ട് വന്നതാണേ ക്യാരറ്റ്. ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ, നമ്മൾ മൂന്നാറൊക്കെ പോകുമ്പോഴാണ് ക്യാരറ്റ് കണ്ടേക്കുന്നത്. കണ്ടോ, ഇവിടെ ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ ഇങ്ങനെ കാണുന്നത്. ക്യാരറ്റിന്റെ ഇല നമ്മൾ യൂസ് ചെയ്യുമോന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ക്യാരറ്റിന്റെ ഇല എന്തായാലും നമ്മൾ കളയും. ഇത് യൂസ് ചെയ്ത് വല്ലതും ഉണ്ടാക്കുമോന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇത് യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും റെസിപ്പി ഉണ്ടാക്കുമെങ്കിൽ ആരെങ്കിലും ഒന്ന് കമന്റ് ചെയ്യണേ. അത് സൂപ്പർ ക്യാരറ്റ് ആണ്. ഇപ്പൊ ആ ഒരു ചിക്കന്റെ മസാല ഞാൻ വേവിച്ച് കഴിഞ്ഞിട്ട് ആ ഒരു ചിക്കനൊക്കെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തേ. കണ്ടോ, റൈസ് ഞാനിപ്പോ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചിക്കനും കൂടി ഇതിന്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കാവേ. എന്റെ ഇപ്പൊ പച്ചമുളകൊന്നും ഇല്ല കേട്ടോ ഇങ്ങനെ കുത്തി വെക്കാനായിട്ട്, അതുകൊണ്ട് ഞാൻ അതൊന്നും ചെയ്യണില്ല. പിന്നെ എന്താണ്, പുകയ്ക്കാനും ഒന്നും ഇല്ല കേട്ടോ, അതുകൊണ്ട് അതും ഞാൻ ചെയ്യുന്നില്ല. ഇത് സാധാ ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മന്തിയാണ്. ഞാൻ നേരത്തെ ആ ഒരു മസാലയിൽ നിന്ന് കുറച്ച് മസാല എടുത്ത് മാറ്റിയായിരുന്നേ ലാസ്റ്റ് ഇങ്ങനെ ഒഴിക്കാനായിട്ട്. ഇനി നമുക്ക് ഇത് ഒരു വിസിൽ അടിക്കുന്നത് വരെയും വെക്കാവേ.
ഇപ്പം ഞാൻ നമ്മുടെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റിൽ വന്നതാണ്. നല്ല ടേസ്റ്റാണ് ഈ ഒരു സ്നാക്സ്. ആരെങ്കിലും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ട്രൈ ചെയ്ത് നോക്കണേ, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതൊക്കെ ഇവിടെ കിട്ടുന്ന സ്നാക്സ് ആണ്. ഈ ഒരു ബ്രെഡ് കണ്ട, ഇതിന്റെ ഉള്ളിലും വെച്ചേക്കുന്നത് കസകസാണ് കേട്ടോ വെച്ചേക്കുന്നത്. ഇതിന്റെ ഉള്ളിലൊക്കെ അത് തന്നെയാണ്. ഫസ്റ്റില് കാണിച്ചിട്ടുള്ളത് ഞങ്ങളത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല ടേസ്റ്റ് ആണ്. ഇത് ഞാൻ ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. ഇതിന് റേറ്റ് എത്രയാണ്? 3 യൂറോയൊക്കെയാണ് റേറ്റ് വരുന്നത്. ഇതും അതേപോലത്തെ തന്നെ വേറൊരു ടൈപ്പാണ്. ഇനി ഞാനിന്ന് സ്നാക്സ് ആയിട്ട് ഒരു റോളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മാവാണ് ഇത്. മൈദാ മാവാണ്. അതിലേക്ക് ഒരല്പം സോൾട്ട് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് സാധാ പച്ചവെള്ളത്തിൽ തന്നെയാണ് ഇത് ഞാൻ കുഴച്ചെടുക്കുന്നത്. ഇത് കസകസാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഒരു റോളാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്താകുമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഉണ്ടാക്കി നോക്കുന്നത്. നമുക്ക് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ആ ഒരു മാവ് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് പരത്തിയെടുക്കണം. ഇതിപ്പോൾ ഞാൻ ഇത്രയും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റോള് ചെയ്തെടുക്കാവേ. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ശരിക്കും ഇതൊരു നൂല് വെച്ചാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. എൻ്റെ കയ്യിൽ അങ്ങനത്തെ ഒരു നൂലില്ലാത്തത് കൊണ്ട് ഞാൻ ഈ ഒരു പിസ്സ കട്ടർ വെച്ചാണ് കട്ട് ചെയ്യുന്നത്. ഇത് ഫുള്ള് ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് മിൽക്കോ അല്ലെങ്കിൽ മുട്ടയുടെ മഞ്ഞയോ തേച്ച് കൊടുക്കാവേ. ഈ ഒരു മാവിൽ ഞാൻ പൊട്ടറ്റോ ഫില്ല് ചെയ്തിട്ടുള്ള റോളാണ് ഇനി ഉണ്ടാക്കുന്നത്. ഞാനപ്പോൾ അതിന് കുറച്ച് പെപ്പറാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ ഒരു പൊട്ടറ്റോയിലേക്ക് കുറച്ച് പെപ്പർ ആഡ് ചെയ്ത് കൊടുക്കണേ. ഇനി സ്വല്പം ക്രഷ് ചെയ്ത മുളക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കണേ. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയേ. ഞാനിവിടെ ഈ ഒരു ചീസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്.
നോക്കട്ടെ എന്താകുമെന്ന്. അപ്പം എൻ്റെ ഒരു സാധാ നൂല് വെച്ചാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്ത് നോക്കുന്നത്. എൻ്റെ നല്ല കട്ടിയുള്ള നൂലില്ല. ഇപ്പം കിട്ടിയിട്ടുണ്ട് കേട്ടോ സെറ്റായിട്ട്. ഇതെങ്ങനെയാണ് കേട്ടോ വരുന്നത്. ബാക്കിയുള്ളതും കൂടി കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ ഞാൻ ആദ്യത്തെ സെറ്റ് ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ഇതിപ്പം ഫുള്ളി ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നോമ്പ് തുറക്കുമ്പം കഴിച്ചു നോക്കിയിട്ട് ഞാൻ പറയാട്ടെ എങ്ങനെയുണ്ടെന്നത്. ഇത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാട്ടോ എങ്ങനെയുണ്ടെന്ന്. ഇത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കൊള്ളാവേ, നല്ല ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ പൊട്ടറ്റോ ഒക്കെ ഫില്ല് ചെയ്തിട്ടുള്ള സമൂസ ഇല്ലേ, അതിൻ്റെ ഒരു ടേസ്റ്റാണ് ഇതിനെനിക്ക് തോന്നുന്നത്. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. ടേസ്റ്റൊക്കെ ഉണ്ട്, പക്ഷെ ഈ മാവ് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ശരിയാകാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു വട്ടം കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഉണ്ടാക്കിയെങ്കിൽ അത് ശരിയാകത്തുള്ളൂ. നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കാവേ. ഞാൻ ഫസ്റ്റിൽ ഈ ചിക്കൻ എടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റാം, അത് കഴിഞ്ഞിട്ടൊന്ന് മിക്സ് ചെയ്ത് കാണിച്ചു തരാവേ. ചിക്കൻ എല്ലാം ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചിക്കനൊക്കെ നല്ല സൂപ്പറായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ട, നല്ല സോഫ്റ്റ് ആയിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. കാണിച്ചു തരാം. കണ്ട, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ചോറ്. ഇപ്പൊ 8 മണി ആകാറായിട്ടുണ്ട്. മന്തി ടേസ്റ്റ് ചെയ്ത് നോക്കാവേ. അപ്പൊ ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കാൻ എടുത്തേക്കുന്നത് ഈ ഒരു മയണൈസ് ആണ്. ഈ ഒരു മയണൈസ് നമ്മൾ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് തന്നെ വാങ്ങിച്ചിട്ടുള്ളതാണ്. അപ്പൊ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചോറൊക്കെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. ചിക്കനും ഒക്കെ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, നല്ല സോഫ്റ്റ് ആണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ഒരു വ്ലോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. ഈ ഒരു വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതിയൊരു വ്ലോഗുമായി കാണുന്നത് വരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ ബൈ.